സ്വാമി ശരണം. എൻ്റെ 2 പൊന്നു മക്കളെയും കെട്ടുന്നറിയാൻ നിന്ന്. തൃക്കരിപ്പൂർ കാളീശ്വര ക്ഷേത്രത്തിലെ അയ്യപ്പ ഭജന നടത്തുന്നതാണ് കെട്ടുമറ. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ദേവീ പ്രതിഷ്ഠയാണ് അമ്പലത്തിൽ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്, ചെറിയ ദൂരമേ ഉള്ളൂ. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു താമരക്കുളമുണ്ട്. നിറയെ താമരകളുള്ളൊരു കുളമാണ്. നിറച്ച് താമരകൾ പിടിച്ചിട്ടുണ്ട് അതിൽ. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ താമര പറിക്കാൻ ഇറങ്ങുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്, താമര പറിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഞാനും അച്ഛനും മഠത്തിലെത്തി. അങ്ങനെ ദിയ മോള് അമ്മേനെ കണ്ടു. ചൂട്ടും പിടിച്ച് വരുന്ന കണക്കെ മൊബൈലും പിടിച്ച് വരുന്നുണ്ട്. അപ്പുറത്തായിട്ട് എൻ്റെ മോനും ഇരിക്കുന്നുണ്ട്. കുറേ കുട്ടിസ്വാമിയാറും ഉണ്ട് അടുത്ത്. ഈശ്വര വിശ്വാസമുള്ള ആൾക്കാർക്കറിയാം, അമ്പലത്തിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു പ്രത്യേക എനർജി, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അത് അനുഭവിച്ചെന്നെ അറിയണം. ആ ഒരു ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഒരു ഗന്ധവും ആ ഒരു ശരണം വിളിയും അതൊക്കെ നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. Ayyappo
അങ്ങനെ കെട്ടുന്നവർ കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്വാമിമാരും ക്ഷേത്രത്തിനകത്ത് കയറി ദേവീനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്ക് പോകേണ്ട ബസ്സിനടുത്തേക്ക് വന്നിട്ടുള്ളത്. അവിടുന്ന് സാധനങ്ങളൊക്കെ ബസ്സിൽ വെച്ചിട്ട് ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭക്തിസാന്ദ്രമായ ആ ഒരു നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാലും നമുക്കൊരു ഓർമ്മയായിട്ട് നമ്മളെ ചാനലിൽ ഈ ഒരു ദൃശ്യങ്ങൾ കിടക്കും. അതിപ്പോൾ ചാനൽ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നമുക്കതൊരു നല്ല ഓർമ്മയായിട്ട് കിടക്കും. അങ്ങനെ എല്ലാ സ്വാമിമാരും ഭഗവാന്റെ പുണ്യദർശനം നേടി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു യാത്രയാകട്ടെ, നല്ലൊരു ദർശനമായിരിക്കട്ടെ അവർക്ക് ലഭിക്കുന്നത്. ഓരോ സ്വാമിമാർക്കും ഭഗവാന്റെ അനുഗ്രഹവും പുണ്യദർശനവും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.